ദേ ഫോൺ അടിക്കുന്നു ശാരദാമ്മേ. ഹലോ, ആരാ വിളിക്കുന്നേ? ശാലിനി മാഡം ആണോ? അല്ല, ഞാൻ അവളുടെ അമ്മയാ. ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണേ. ഞാൻ SI നഹാസാണ്. അയ്യോ സാറേ, മോൾ ഇവിടെ ഇല്ല. എന്തേലും പറയണമെങ്കിൽ ഞാൻ നമ്പർ തരട്ടെ? അല്ല, ഞാൻ വിളിച്ചതേ വിഷ്ണുവിനെ സംബന്ധിക്കുന്ന ഒരു കാര്യം പറയാനാ. അവൻ ഞങ്ങൾ കൊടുക്കുന്ന ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല. അപ്പോൾ സാറ് പറഞ്ഞു ഒന്ന് വിളിച്ച് സംസാരിക്കാൻ. വിഷ്ണുവിനുള്ള ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് വന്നിരുന്നുവെങ്കിൽ കൊടുക്കായിരുന്നു. നിങ്ങൾ കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ കഴിച്ചേക്കും. സാധാരണ ഇവിടെ അങ്ങനെ സമ്മതിക്കാറില്ല. പിന്നെ കളക്ടറിന്റെ ഹസ്ബൻഡ് ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പരിഗണന ഇവിടെ കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ എന്താ പറയേണ്ടത്? ഭക്ഷണം കൊണ്ടുവരുന്നുണ്ടോ അതോ? കൊണ്ടുവരാം സാറേ, ഞാൻ കൊണ്ടുവരാം. ശരി, ഞാനിതിവിടെ പറഞ്ഞേക്കാം. സ്റ്റേഷനിൽ നിന്നേ ഒരു പോലീസുകാരനാ വിളിച്ചത്. വിഷ്ണുമോൻ അവിടെ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലാന്ന്. ശാന്തേ, ശാന്തേ, ദാ വരുന്നു. ശാന്തേ. ശാരദാമ്മേ, ഊണ് റെഡിയാണല്ലോ അല്ലേ? ഇപ്പൊ ആകെ ശാരദാമ്മേ. പോലീസുകാർ കൊടുക്കുന്ന ഭക്ഷണമൊന്നും വിഷ്ണുമോൻ കഴിക്കുന്നില്ല. വായ്ക്ക് രുചിയായിട്ടുള്ള ഭക്ഷണമൊന്നും അവര് വാങ്ങിച്ചു കൊടുക്കില്ലല്ലോ. നീ ഒരു കാര്യം ചെയ്, ആ ക്യാബേജും കൂടെ എടുത്തൊരു തോരൻ വെക്ക്. അപ്പോഴേക്ക് ഞാൻ ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഒതുക്കാം. ശരി ശാരദാമ്മേ. അപ്പോ ശാരദാമ്മ മരുമകന് ഭക്ഷണം ഉണ്ടാക്കാനുള്ള പുറപ്പാടല്ലേ? അവരങ്ങനെ വിളിച്ചു പറയുമ്പം സാറേ, ഇനി ഇത് സത്യഭാമ അറിയുമ്പോ വലിയൊരു പടയൊരുക്കം നടത്തി ഇങ്ങോട്ട് വരുമോ? ഒരു ചായക്കടക്കാരിയുടെ ഭക്ഷണം അവരുടെ മകൻ കഴിച്ചാ അവരുടെ അഭിമാനം ഒന്നും ഇടിഞ്ഞു വീഴില്ലല്ലോ. അല്ല, ഇതിനു മുമ്പ് അവരിങ്ങനെ പലവട്ടം പറഞ്ഞിട്ടുണ്ടേ. ആ സ്വഭാവമൊന്നും ഈ ജന്മത്തെ അവർക്ക് മാറ്റാൻ പറ്റില്ല സാറേ. പിന്നെ അവരുടെ സ്വഭാവം നോക്കിയാ പോരല്ലോ. വിഷ്ണു നമ്മുടെ കുട്ടിയല്ലേ. അവന് വേണ്ടി ചെയ്യുന്നത് ഞാൻ എന്റെ മോക്ക് വേണ്ടി ചെയ്യുന്നതിന് തുല്യവാ. ഗോപാലകൃഷ്ണൻ ഇതൊക്കെ അറിഞ്ഞാൽ ഒന്നും വരാൻ പോണില്ല. മോളുടെ താലിച്ചരടിനേക്കാൾ വലുതൊന്നും അല്ലല്ലോ അഭിമാനം. കുറെ നാളു മുമ്പ് 3 പെൺമക്കളെയും കൊണ്ട് ഞാൻ നടന്നിട്ടുള്ളത് സാറും കണ്ടിട്ടുള്ളതാണല്ലോ. തെക്കും വടക്കും ഒന്നുമല്ല, 4 ദിക്കിലേക്കും ജീവിക്കാനുള്ള നെട്ടോട്ടമായിരുന്നു. അന്നും ഇന്നും ശാരദയുടെ കഷ്ടപ്പാടിന് ഒരു അവസാനവും ഇല്ല. ആരൊക്കെ എന്തൊക്കെ കാണിച്ചാലും എന്നോട് ഗോപാലേട്ടൻ കാണിച്ച ദുഷ്ടതരങ്ങളൊന്നും ശാലിനിയോട് വിഷ്ണു കാണിച്ചിട്ടില്ല. അവന്റെ അമ്മയും കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരെതിർത്താലും ഞാൻ വിഷ്ണുവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും സാറേ. എന്നാ പിന്നെ പണി നടക്കട്ടെ ശാരദാമ്മേ, ഞാൻ ഇറങ്ങാം. വിഷ്ണുവിന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ കറി ഉണ്ടാക്കണം.